നോ കൺട്രി ഫോർ ഓൾഡ് മാൻ എന്ന് പറഞ്ഞ സിനിമ തന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, എക്സ്പെഷ്യലി അതിലെ വില്ലൻ കഥാപാത്രം തന്നിട്ടുള്ളൊരു ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പീക്ക് ലെവൽ പരിപാടിയാണ്. ഇയാളെ കാണിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഇയാൾ അടുത്ത നിമിഷം എന്ത് ചെയ്യും, ഇയാൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം അയാളെ കൊന്നുകളയും. എഗെയിൻ വെൽക്കം ബാക്ക് ടു അബ്സല്യൂട്ട് സിനിമ. അബ്സല്യൂട്ട് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ വളരെ മാരകമായിട്ടുള്ള വില്ലനിസമുള്ള സിനിമയാണ്. എന്താ പറയുന്നത്, ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലൻ എന്ന് ഞാൻ ഒരു ഡൗട്ടും ഇല്ലാതെ പറയുന്ന ഒരു പടമാണ് ഈ സിനിമയുടെ പേര് നോ കൺട്രി ഫോർ ഓൾഡ് മാൻ. എനിക്കറിയാം ഇതിനോടകം തന്നെ സിനിമകൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ഒരു തവണയെങ്കിലും ഈ സിനിമ കാണണം. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ഞാനങ്ങനെ റിപ്പീറ്റ് കണ്ടിട്ടില്ല. അതായത് ഒരു തവണ കാണും, ചിലപ്പോൾ 2 തവണ കാണും. അതിൽ കൂടുതൽ തവണ സിനിമകൾ കാണുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക്കാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള സിനിമകൾ വളരെ വിരളമാണ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. അല്ലെങ്കിൽ ഒന്നിലധികം തവണ, അല്ലെങ്കിൽ 3, 4, 5 വട്ടമൊക്കെ ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ സിനിമ കണ്ടതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഞാൻ. അപ്പം തീർച്ചയായിട്ടും നോ കൺട്രി ഫോർ ഓൾഡ് മാൻ എന്ന് പറഞ്ഞ സിനിമ തന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, എക്സ്പെഷ്യലി അതിലെ വില്ലൻ കഥാപാത്രം തന്നിട്ടുള്ളൊരു ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പീക്ക് ലെവൽ പരിപാടിയാണ്. സിനിമയുടെ കഥാഗതി എന്ന് പറയുന്നത്, ഒരു ഹണ്ടിങ്ങിന് പോകുന്ന ഒരാൾക്ക് ഒരു ഗ്യാങ് വാർ നടക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് പൈസ കിട്ടുകയാണ്. അപ്പം പുള്ളിക്കാരന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആ പൈസ കിട്ടുന്നത്. അപ്പം ഫ്രീ ആയിട്ട് കുറച്ച് പൈസ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാലെ കുറച്ച് പ്രശ്നങ്ങളും വരും. അപ്പം ആ പൈസ വീണ്ടെടുക്കാനായിട്ട് നമ്മുടെ വില്ലൻ വരുന്നു. പിന്നീട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. അതായത് പൈസ തിരിച്ച് പിടിക്കാനായിട്ട് വില്ലൻ വരുന്നു, പൈസയുമായിട്ട് ഓടുന്ന നായകൻ. ഇതാണ് സിനിമയുടെ കഥാഗതി. ഇത്രയേ ഉള്ളൂ കഥ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നിന്ന് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അൺമാച്ച്ഡ് ആണ്. ഒരു സിനിമയായിട്ട് എനിക്ക് ഈ സിനിമ കമ്പയർ ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം ഈ ലെവലൊരു വില്ലനിസം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇയാളെ കാണിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഇയാൾ അടുത്ത നിമിഷം എന്ത് ചെയ്യും, ഇയാൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം അയാളെ കൊന്നുകളയും. ഇയാൾ ഭയങ്കര വയലൻ്റായിട്ട് പെരുമാറുവാണെങ്കിൽ ചിലപ്പോൾ അയാളെ വെറുതെ വിടും. അപ്പോൾ ഇയാളെ സ്ക്രീനിൽ കാണിക്കുമ്പോഴെല്ലാം നമുക്കുണ്ടാകുന്ന ഒരുതരം പേടിയുണ്ട്. അപ്പോൾ അത് വളരെ വിരളമായിട്ട് മാത്രമേ എനിക്ക് അങ്ങനെ ഒരു വില്ലൻ കഥാപാത്രത്തെ കാണുമ്പോൾ ഒരു ഭയമൊക്കെ തോന്നാറുള്ളൂ. പക്ഷേ ഈ സിനിമയിൽ പുള്ളിക്കാരൻ ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസൊക്കെ നോക്കി. പുള്ളി ഈ ഒരു കഥാപാത്രം ചെയ്യുന്നതിന് വേണ്ടി റിയലായിട്ടുള്ള സൈക്കോകളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഈ പുള്ളിക്കാരനുമായിട്ട് പോയി ഒരുപാട് സൈക്കോകളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവരുടെ പെരുമാറ്റം, അവരുടെ ഹെയർ സ്റ്റൈല്, അവരെങ്ങനെയാണ് ആൾക്കാരോട് സംസാരിക്കുന്നത്, ഇതെല്ലാം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സിനിമയുടെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അവരതിനു വേണ്ടി കൃത്യമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഊഹിക്കാം എത്രമാത്രം തീവ്രമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് അയാൾ കാണിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇത്രയും നേരം സംസാരിക്കുന്നത് ആ വില്ലനെക്കുറിച്ച് മാത്രമാണ്, സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് വ്യക്തിപരമായിട്ടും ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ് ഇഷ്ടമാണ്. ഇപ്പം തുടരും സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്, ഞാൻ ആ സിനിമ ഇനി ഒന്നും കൂടെ കാണുന്നെങ്കിലും അതിലെ ജോർജ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയാണ്. കാരണം ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇത്തരത്തിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കണ്ട് എൻജോയ് ചെയ്യാറുള്ള ആളാണ് ഞാൻ. സിനിമയുടെ കഥ മോശമാണെന്നുണ്ടെങ്കിലും അഭിനേതാക്കൾ ഒരു കഥാപാത്രത്തെ നല്ല രീതിയിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ട് ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷൻ സിനിമയും കാണാൻ സാധിച്ചു, ഒരു കഥാപാത്രത്തിൻ്റെ അടിപൊളി പെർഫോമൻസും കാണാൻ സാധിച്ചു. അപ്പം അത്തരത്തിൽ എനിക്കൊരു പീക്ക് ലെവൽ സിനിമ എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരു സിനിമയാണ് നോ കൺട്രി ഫോർ ഓൾഡ് മാൻ. ഇത് കഥ പറയുന്ന ഒരു ടെറൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ കഥ നമ്മളുണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ആയിക്കോട്ടെ, അയാളെ പിടിച്ച് അയാൾ എന്തുമായിരിക്കും ചെയ്യാമോ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു തരം എന്താ പറയുന്നത്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നോ കൺട്രി ഫോർ ഓൾഡ് മാൻ തന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം ഈ സിനിമ. ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സിനിമ വർക്കാവും, 100% വർക്കാവും. ഒരു ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിനകത്ത് അധികം കഥാപാത്രങ്ങളൊന്നുമില്ല.
കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം നമ്മുടെ വില്ലൻ കഥാപാത്രം ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം നായകന് ആ പൈസയായിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ, നമ്മുടെ വില്ലൻ എന്ത് സംഭവിക്കും തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ സിനിമ അവസാനം തരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഞാൻ ഇനിയും ആ സിനിമ കാണാനുള്ള കാരണവും ഈ വില്ലനെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും. അയാളുടെ കയ്യിലുള്ളൊരു മെഷീൻ, ഒരു ഗ്യാസ് സിലിണ്ടർ പോലത്തെ ഒരു പരിപാടി, അതുമായിട്ട് വന്നിട്ട് ചോദ്യവും പറച്ചില്ലൊന്നും വളരെ ലിമിറ്റഡായിട്ട് സംസാരിക്കത്തുള്ളൂ. കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിക്കത്തില്ല. സംസാരിക്കാൻ അയാൾ ഇരിക്കുന്ന രീതി ആയിക്കോട്ടെ, അയാൾ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, അയാൾ അടുത്ത എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു നമുക്ക് ഒന്നും കൊണ്ട് പറയാൻ പറ്റത്തില്ല. അയാൾ ആ ഒരു സംഭവം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആ ഒരു കഥാപാത്രത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കും. ഇയാൾ ഇനി അടുത്ത എന്തുമായിരിക്കും ചെയ്യാൻ പോകുന്നത്, ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് മാത്രമാണ്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇത്തരത്തിലുള്ള പെർഫോമൻസ് കാണിക്കുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ ഒരു കഥാപാത്രത്തെ കാണാൻ വേണ്ടി ഇനിയും ഞാൻ ആ സിനിമ കാണും. അപ്പം ത്രില്ലർ പ്രേമി ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നോ കൺട്രി ഫോർ ഓൾഡ് മാൻ കാണണം.